ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. സ്റ്റേറ്റ് ഓഫ് ഹോർമോസ് ഓപ്പൺ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഒമാനുമായിട്ട് ചർച്ച നടത്തിയതിൽ ചെറിയ പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ട്രംപ് വീക്കെൻഡിൽ നടത്താനിരുന്ന ആക്രമണം പിൻവലിച്ചതിനെ തുടർന്നാണ് ഇറാൻ ഒമാനുമായിട്ട് സ്റ്റേറ്റ് ഓഫ് ഹോർമോസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ച നടത്താൻ തീരുമാനമെടുത്തത്. അപ്പം അതിനെ തുടർന്ന് നടത്തിയ ചർച്ചയിലാണ് ചെറിയ പ്രോഗ്രസ് ഉണ്ട് എന്നുള്ള അറിയിപ്പ് ഇറാൻ്റെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി പ്രോഗ്രസ് ഉണ്ടായ ഈ ഒരു പ്ലാനിൽ കൃത്യമായിട്ടുള്ള മുന്നോട്ട് പോക്കില്ല എന്നുണ്ടെങ്കിൽ, മീൻസ് ഈ ഫൈനൽ സ്റ്റേജിൽ എത്തിയ ഈ സ്റ്റേറ്റ് ഓഫ് ഹോർമോസ് ഓപ്പൺ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ട്രംപ് നിർത്തിവെച്ച് അഥവാ ക്യാൻസൽ ചെയ്ത ഈ ഒരു അറ്റാക്ക് എപ്പോൾ വേണമെങ്കിലും തുടങ്ങും എന്നുള്ളൊരു മുന്നറിയിപ്പും ട്രംപ് കൊടുത്തിട്ടുണ്ട്. സൗദി അറേബ്യയുടെ ക്രൗൺ പ്രിൻസ് MBS ട്രംപുമായിട്ട് നടത്തിയ ടെലിഫോൺ കോൺവെർസേഷനിൽ ഏരിയയിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റിനെ കുറിച്ച് ടെൻഷൻ ഡീഎസ്കലേറ്റ് ചെയ്യണമെന്ന് ട്രംപിനോട് ആവശ്യപ്പെട്ടതായിട്ടും വാർത്തകൾ വരുന്നുണ്ട്. ട്രംപിനോട് ഇന്ന് റിപ്പോർട്ടേഴ്സ് ചോദിച്ച ചോദ്യത്തിന് ട്രംപ് കൊടുത്ത ഉത്തരം എന്താണെന്ന് പറഞ്ഞാൽ, സൗദി അറേബ്യ അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് റീജിയനിൽപ്പെട്ട രാജ്യങ്ങൾ ചോദിച്ചതിനെ തുടർന്നാണ് ഇറാനിന് മേളിൽ നടത്താനിരുന്ന ആക്രമണം നിർത്തിവെച്ചതായിട്ട് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ശരിക്കും ഇത് എത്ര കാലയളവിലേക്കാണ് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ഡീൽ സാധ്യമാകാൻ കൊടുത്തിരിക്കുന്നത്, അതായത് ഒരു ടൈം ലൈൻ കൊടുത്തിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടി റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്. അതിന് ട്രംപ് കൊടുക്കുന്ന ഉത്തരം, അതായത് വി വിൽ സി, ഇത് ചെറിയ ഇത്ര കാലയളവ് എന്നുള്ള രീതിയിലുള്ളൊരു ടൈം ലൈൻ ട്രംപ് പറഞ്ഞിട്ടില്ല. അത് പറയാതെ തന്നെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാമർശം നടത്തിയിരിക്കുന്നത്. അതിനെ തുടർന്ന് ജോർദാൻ്റെയും കുവൈറ്റിൻ്റെയും ഉള്ളിലുള്ള അമേരിക്കൻ ബേസുകളിൽ നിന്നും അമേരിക്കൻ സോൾജേഴ്സിനെ പിൻവലിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ട്രംപ് നോ കമൻസ് എന്നുള്ള ഉത്തരമാണ് കൊടുത്തത്. കോൺഫിഡൻഷ്യൽ ഡീറ്റെയിൽ ആണ്, അത് പറയാൻ പറ്റില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. സോ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ വളരെ കൃത്യമായിട്ട് സൗദി അറേബ്യയുടെ ഇൻവോൾവ്മെൻറ്റിനെ ഇവിടെ ട്രംപ് ഡയറക്റ്റായിട്ട് തന്നെ പരാമർശിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇൻവോൾവ്മെൻറ്റ് ഇവിടെ ഉണ്ട്. അതായത് ഇറാൻ ആക്രമണത്തിന് സൗദി അറേബ്യയുടെ കൺസെൻറ്റും കൂടി, സൗദി അറേബ്യയുടെ ഇൻവോൾവ്മെൻറ്റ് അഥവാ സൗദി അറേബ്യയുടെ പ്രഷർ ഒരു കാരണമാണെന്നുള്ളത് ട്രംപ് ഇവിടെ പറയാതെ പറഞ്ഞു വെക്കുകയാണ്. അത് ക്ലിയർ ആയിട്ടുള്ളൊരു ഹിൻറ്റ്. അമേരിക്കയുടെ മാത്രം താല്പര്യത്തിലല്ല ഇറാൻ്റെ ആക്രമണം നടക്കുന്നത്. ഇറാന് മേളിൽ നടത്തുന്ന ആക്രമണം ശരിക്കും സൗദി അറേബ്യ, ഇസ്രായേൽ, അതേപോലെ ഈ റീജിയനിലുള്ള രാജ്യങ്ങളുടെ ഒരു കൂട്ടായ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് അമേരിക്ക ഇറാന് മേളിൽ ആക്രമണം നടത്തുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുകയാണ് ട്രംപ്. ഇസ്രായേലിൻ്റെ പ്രസിഡന്റ് ഐസക് ഹെർസഗോ പറഞ്ഞിരിക്കുന്നത്, ഇറാൻ സ്റ്റിൽ ഒരു ത്രെട്ടാണ്. സ്റ്റേറ്റ് ഓഫ് ഹോർമോസ് മാത്രമല്ല ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. ശരിക്കും ഇസ്രായേലിൻ്റെ ആയിക്കോട്ടെ അമേരിക്കയിലെ ആയിക്കോട്ടെ ടാസ്ക് കംപ്ലീറ്റ്ലി വേറെയാണ്. അതിനെ സ്റ്റേറ്റ് ഓഫ് ഹോർമോസിൽ കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് ആക്രമണം നിർത്തിവെക്കുന്നതിനോട് ഇസ്രായേലിന് വിയോജിപ്പുള്ളതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഖത്തറും സൗദി അറേബ്യയും കൂടി ചേർന്നിട്ടാണ് അമേരിക്ക ലാസ്റ്റ് നൈറ്റ് നടത്താനിരുന്ന ആക്രമണം, ഇറാൻ്റെ മേളിൽ നടത്താനിരുന്ന ആക്രമണം തടഞ്ഞു വെച്ചതായിട്ട് ചാനൽ 12 റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ട്രംപ് ഇറാന് മേലിൽ നടത്താനിരുന്ന ആക്രമണം നിർത്തിവെച്ചെങ്കിലും ഇസ്രായേൽ വളരെ കോഷ്യസ് ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഹൈ അലേർട്ടിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. മീൻസ് ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി സർവൈലൻസ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇറാൻ ആണെന്നുണ്ടെങ്കിൽ ഒമാനുമായിട്ട് ചേർന്ന് ഒരു മ്യൂച്വൽ സെറ്റിൽമെൻറ്റിലേക്ക് മുന്നോട്ട് പോകാൻ തയ്യാറാണെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു മ്യൂച്വൽ ഹോർമോസ് മെക്കാനിസം, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അബ്ബാസ് അരക്ചി സ്റ്റേറ്റ് ഓഫ് ഹോർമോസുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഒമാനുമായിട്ട് ചർച്ച നടത്തി ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. UAE ട്രംപിൻ്റെ അടുത്ത് പ്രഷർ ചെയ്ത് പറഞ്ഞതായിട്ടൊരു വാർത്ത വരുന്നുണ്ട്. അതായത് ഇറാനിന് മേളിൽ വളരെ ടഫായിട്ടുള്ള ആക്ഷൻസ് സ്വീകരിക്കണം എന്നുള്ള നിലപാടാണ് UAEക്ക് ഉള്ളത്. കാരണം IRGC ഏത് മൊമെൻറ്റിൽ വേണമെങ്കിലും പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് UAE നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, അമേരിക്ക ഇപ്പോഴും ഈ ലിബറൽ ടീമുകളുമായിട്ടാണ് ഈ ചർച്ചകളൊക്കെ നടത്തുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ആയത്തുൽ അലി ഖമനയുടെ 4 ഫാമിലി മെമ്പേഴ്സ് കൊടുക്കുന്ന നിർദ്ദേശത്തിന് വഴങ്ങിയിട്ടാണ് IRGC പ്രവർത്തിക്കുന്നത്. ഇത് ശരിക്കും പലതവണ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. IRGC വേറെ, അബ്ബാസ് അരക്ചി വേറെ. പക്ഷേ ഇവിടെ അബ്ബാസ് അരക്ചിയുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇറാനോട് ഞങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളുമായിട്ട് ട്രംപ് നടത്താനിരിക്കുന്ന ആക്രമണം വരെ തടഞ്ഞു വെച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ IRGC ഇത് അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ ലെബനൻ്റെ ഉള്ളിൽ മാരകമായിട്ടുള്ള ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗാസയ്ക്കുള്ളിലും ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഗാസയിൽ നടത്തിയ ആക്രമണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഹമാസ് ഭീകരരെ ലക്ഷ്യം വെച്ചാണ് ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇതിനകത്ത് ഹമാസ് ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഫൂട്ടേജസ് ആണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. غرب مدينة غزة الأجساد تحت داخل النار
അതുപോലെ തന്നെ ലെബനനിൽ വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് സൗത്ത് ലെബനൻ ഭാഗത്ത് ഇസ്രായേൽ ആക്രമണങ്ങൾ അതിരൂക്ഷമായ നിലയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. احتراق حلش على الطاهر من ميلة الميداني بكفر رومان. അതുപോലെ ഇസ്രായേലിൻ്റെ ഉള്ളിൽ തന്നെ ഇസ്രായേലി പോലീസ്, ബോർഡർ പോലീസ് ഫോഴ്സ് അവർ കുറച്ച് വെപ്പൺസ് കണ്ടെത്തിയിട്ടുണ്ട്. വെപ്പൺസ് മാത്രമല്ല, എക്സ്പ്ലോസീവും കൂടി ചേർത്താണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനകത്ത് കോർഡിനേറ്റഡ് ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടിയിട്ട്, ഇസ്രായേലിൻ്റെ ഉള്ളിൽ നടത്താൻ വേണ്ടിയിട്ട്, അതായത് സദൻ അതേപോലെ സെൻട്രൽ ഇസ്രായേൽ ഈ ഭാഗത്തു നിന്നാണ് ഈ വെപ്പൺസ് അതുപോലെ തന്നെ എക്സ്പ്ലോസീവ്സും കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ സെൻട്രൽ മോസ്കോയിൽ ഒരു പൊട്ടിത്തെറി, റെസ്റ്റോറൻറ്റ് ഉള്ളിലാണ് ഈ ഒരു പൊട്ടിത്തെറി സംഭവിച്ചത്. ശരിക്കും 3 പേര് കൊല്ലപ്പെടുകയും 21 പേർക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. മോസ്കോ നഗരത്തിൻ്റെ ഉള്ളിൽ, സെൻട്രൽ മോസ്കോയിൽ റെസ്റ്റോറൻറ്റിൽ നടത്തിയ ഒരു പൊട്ടിത്തെറിയിൽ ശരിക്കും ഉക്രൈനെ നോക്കി തന്നെയാണ് ആരോപണങ്ങൾ പോകുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ് റഷ്യ. അതുപോലെ ഉക്രൈൻ റഷ്യക്കുള്ളിലേക്ക് അയച്ച ഡ്രോണുകൾ ഇന്റർസെപ്റ്റ് ചെയ്ത സമയത്ത് ഡെബ്രി വന്ന് വീണ് പതിച്ചിട്ട് 3 പേര് ബീച്ചിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ ഡ്രോണിന്റെ ഡെബ്രീസ് വന്ന് പതിച്ചത് ബീച്ചിലാണ്. പോക്വ എന്ന് പറഞ്ഞ ബീച്ചിലാണ് വന്ന് പതിച്ചത്. അപ്പോൾ അവിടെ ഉണ്ടായ അപകടത്തിലാണ് 3 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. 13 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും റഷ്യ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത് തിരിച്ചടിക്കും, ശക്തമായ രീതിയിൽ തിരിച്ചടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സഫ്രാൻ കമ്പനിയുടെ ഹൈദരാബാദിലെ MRO ഫെസിലിറ്റി ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 300 ലീപ്പ് എഞ്ചിൻ ആനുവലി സർവീസ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ളൊരു ഫെസിലിറ്റിയാണ് ഹൈദരാബാദിൽ നിർമ്മിച്ചിരിക്കുന്നത് സഫ്രോൺ കമ്പനി. ഇന്ത്യയുടെ മിഷനായിട്ടുള്ള സുദർശൻ ചക്ര എന്ന് പറഞ്ഞ ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം കൂടുതൽ ടെക്നോളജി അഡോപ്റ്റേഷനിലേക്ക് മാറുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മിസൈൽ ഇൻറ്റഗ്രേറ്റഡ് ഷീൽഡായിട്ട് മാറ്റുകയാണ് അതിനെ. ലേസർ ലേറ്റസ്റ്റ് ആയിട്ട് ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു എഫിഷ്യൻറ്റ് ടെക്നോളജിയാണ്, പ്രത്യേകിച്ച് എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ. അപ്പോൾ അത് ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള സുദർശൻ ചക്രയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്, എയർ ഡിഫൻസ് സിസ്റ്റം. പ്രൈം മിനിസ്റ്റർ മോദിയും അതേപോലെ UK പ്രൈം മിനിസ്റ്റർ ബുർണാവും തമ്മിൽ, ഇന്ത്യയും UKയും തമ്മിൽ ഉണ്ടായിരിക്കുന്ന ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിനെ വെൽക്കം ചെയ്തുകൊണ്ടുള്ള ഒരു നോട്ടാണ് പുറത്തിറക്കിയത്. പ്രൈം മിനിസ്റ്റർ മോദി 2500 കോടി രൂപ മുതൽ മുടക്കിൽ വിശാഖപട്ടണത്ത് നിർമ്മിക്കുന്ന സെമി കണ്ടക്ടർ ഫാക്ടറിക്ക് ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്, മീൻസ് തറക്കല്ലിട്ടിട്ടുണ്ട്. ഇന്ത്യ ഒഡീഷ തുറമുഖത്ത് 2530 കിലോമീറ്ററിന് നോട്ടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സൗദി അറേബ്യ ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രംപിനെ വിളിച്ചിട്ട് പറഞ്ഞത് ലാർജ് സ്കെയിൽ അറ്റാക്ക് ഇറാന് മേളിൽ വേണ്ട എന്നുള്ള തരത്തിൽ തീരുമാനമെടുത്ത് ട്രംപിനെ അറിയിച്ചതായിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഹൂത്തികളുടെ സൈഡിൽ നിന്നും ബാബൽ മന്ദേബിലുള്ള ചരക്ക് ഗതാഗതം, സൗദിയുടെ എണ്ണ കച്ചവടം തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇറാനെ ഇൻഡയറക്റ്റായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് MBSൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെ തന്നെയാണ് നമുക്കിതിനെ വായിച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.